ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് ഏറ്റവും സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക. കോൺഗ്രസ് സർക്കാർ ഇവിടെ അധികാരത്തിൽ എത്തുന്നതിനു മുൻപ് വരെ തെക്കേ ഇന്ത്യയിൽ കാവി പാർട്ടി അധികാരത്തിലിരുന്ന ഒരേയൊരു സംസ്ഥാനം കൂടിയായിരുന്നു ഇത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തങ്ങളുടെ ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങളിൽ പോലും ആശയക്കുഴപ്പത്തിലാണിന്ന് പാർട്ടി. സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ശക്തമായ സ്വാധീനമുള്ള, കൃത്യമായ മുൻതൂക്കമുള്ള തീരദേശ മേഖലയിലെ ഹിന്ദുത്വ ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങളിലാണ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടന്നതോടെ സംസ്ഥാനത്തെ മോദി പ്രഭാവത്തിൽ കൂടുതൽ ഉയർച്ചയുണ്ടായെന്നാണ് ബി.ജെ.പി കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ ഈ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം.പിമാർ വേണ്ടെന്ന നിലപാടാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. സംസ്ഥാനത്തെ ആകെയുള്ള 28 ലോക്സഭാ സീറ്റുകളിൽ ഈ 3 ലോക്സഭാ സീറ്റുകളും എല്ലായ്പ്പോഴും ബി.ജെ.പിക്ക് ശക്തമായി അനുകൂല നയം കൈക്കൊണ്ടവയാണ്. 2019 അവിടങ്ങളിൽ ഏകദേശം 75% പോളിംഗ് രേഖപ്പെടുത്തിയതോടെ ബി.ജെ.പിയുടെ 3 സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന 3 വിജയങ്ങൾ സ്വന്തമാക്കുകയായിരുന്നു. മേഖലയിലെ പാർട്ടി പ്രവർത്തകരുടെ യോഗങ്ങളിൽ ഹെഗ്ഡെയുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുകയും പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തര കന്നഡ സീറ്റിന് കീഴിലുള്ള ബലഗാവി ജില്ലയിൽ നടന്ന ബി.ജെ.പി യോഗത്തിൽ പ്രവർത്തകർ അദ്ദേഹത്തോട് എന്താണ് തങ്ങൾക്ക് വേണ്ടിയും വികസനത്തിനു വേണ്ടിയും ചെയ്തത് എന്ന ചോദ്യമുയർത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇക്കാരണത്താലാണ് ബി.ജെ.പി പുതിയ മുഖങ്ങൾ തേടുന്നത്. ദക്ഷിണ കന്നഡയിൽ കർണാടക മുൻ ബി.ജെ.പി അധ്യക്ഷൻ നളിൻ കുമാർ കട്ടീൽ 2008 ഈ മണ്ഡലം നിലവിൽ വന്നതു മുതൽ ഈ സീറ്റിൽ നിന്നുള്ള എം.പിയാണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 2009 40,000-ൽ നിന്ന് 2014 1.43 ലക്ഷം വോട്ടായും 2019 2.74 ലക്ഷം വോട്ടായും ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിലും 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 വിജയിച്ച് ബി.ജെ.പി ഈ മേഖലയിൽ തങ്ങളുടെ ശക്തി പ്രകടമാക്കിയിരുന്നു. 2022 ജൂലൈ 26 ദക്ഷിണ കന്നഡയിലെ പാർട്ടി യുവ നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകത്തെ തുടർന്ന് കട്ടീൽ സംശയത്തിന്റെ മറവിലാണ്. കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്നവരുമായി അദ്ദേഹത്തിന് ബിസിനസ് ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് ബി.ജെ.പിയിലെ തന്നെ ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ കട്ടീലിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ പാർട്ടി പുനർചിന്തയുടെ വക്കിലാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീരദേശ ഉഡുപ്പി ജില്ലയിലും മലയോര പ്രദേശമായ ചിക്കമംഗ്ലൂരു ജില്ലയിലുമായി സ്ഥിതി ചെയ്യുന്ന ഉഡുപ്പി ചിക്കമംഗ്ലൂരു ബി.ജെ.പി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഭൂരിപക്ഷം നേടിയിരുന്നു. 2019 3.49 ലക്ഷം വോട്ടുകൾക്കാണ് ശോഭ കരന്ദലാജെ വിജയിച്ചത്. എന്നിരുന്നാലും 2019 അവർ പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥി മുൻ ബി.ജെ.പി എം.പി മനോരമ മധ്വരാജിന്റെ മകൻ പ്രമോദ് മധ്വരാജ്. ഇപ്പോൾ ബി.ജെ.പിയിലുള്ളതും ഉഡുപ്പി ചിക്കമംഗ്ലൂരിലെ പഴയ മത്സരാർത്ഥിയുമായ പ്രമോദ് മധ്വരാജ് ഈ സീറ്റിൽ അവർക്ക് വലിയ വെല്ലുവിളിയാണ് തീർക്കുക. ഇവിടെയും ബി.ജെ.പി ആശയക്കുഴപ്പത്തിലാണ്. ഇനിയിപ്പോൾ അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചതുപോലെ കർണാടകയിലെ ഏതെങ്കിലും പള്ളി പൊളിച്ച് അമ്പലം പണിയലായിരിക്കും 4 വോട്ട് കിട്ടാനുള്ള ബി.ജെ.പിയുടെ എളുപ്പവഴി.